ഹലോ ഗോയ്സ്, ഞങ്ങൾ ഫ്രൈഡ് റൈസ് ഉണ്ടാക്കാൻ പോകുന്നു ഗോയ്സ്. കമോൺ. അപ്പം നന്ദു ഇന്ന് പറഞ്ഞ പോലെ തന്നെ കോളിഫ്ലവർ ചില്ലിയും ഫ്രൈഡ് റൈസുമാണ് ഇന്നത്തെ സ്പെഷ്യൽ. ആദ്യം തന്നെ തിളച്ച വെള്ളത്തിലോട്ട് നമ്മൾ അരി ഇട്ടു. അരി ഇട്ട് അത് നന്നായി തിളച്ച്, ഞാൻ ബസ്മതി റൈസ് അല്ല എടുത്തിരിക്കുന്നത്, ഞാൻ ബിരിയാണി അരിയാണ് എടുത്തിരിക്കുന്നത്. എൻ്റെ കയ്യിൽ അതേ ഉണ്ടായിരുന്നുള്ളൂ. സോ അതാണ് ഞാൻ എടുത്തിട്ടുള്ളത്. അപ്പം നമുക്ക് നോക്കാം ഇനി എന്തൊക്കെയാണെന്നുള്ളത്. ഈ കുക്കിങ്ങിന് ഇവനാ ഗായ്സ് നമ്മളെ ഡിസ്റ്റർബ് ചെയ്യും. ഗായ്സ് ഗായ്സ് ഹലോ ഗായ്സ്, തരടാ. ഇനി നമ്മൾ ചില്ലി ഗോപിക്കുള്ള മസാല നോക്കാം. ആദ്യം അരിപ്പൊടി ഇട്ടു, അതിനുശേഷം കോൺഫ്ലവർ ഇട്ടു, അതിനുശേഷം കോൺഫ്ലവർ കുറച്ചധികം ഇട്ടിട്ടുണ്ട്, മൈദ, ഉപ്പ്, ചില്ലി പൗഡർ, പിന്നെ ഗരം മസാല, ചില്ലി ചിക്കൻ പൗഡർ, അങ്ങനെ എന്തൊക്കെയോ ഞാൻ കുറേ മസാല ഞാൻ ഇട്ടിട്ടുണ്ട്. ജിഞ്ചർ ഗാർലിക് പേസ്റ്റും എല്ലാം ഞാൻ നിറയെ ഇട്ടിട്ടുണ്ട്. പിന്നെ അതിന് ശേഷം നമ്മൾ അതിലോട്ട് കുറച്ച് ഉപ്പും വെള്ളമൊക്കെ ഒഴിച്ച് നന്നായി മിക്സ് ചെയ്യുക. നന്നായി മിക്സ് ചെയ്തതിന് ശേഷം നമ്മൾ അതിലോട്ട് ഇടേണ്ടത് എന്താണെന്ന് വെച്ചാൽ, എന്താ പറയുക, കോളിഫ്ലവർ വേവിച്ച, മഞ്ഞപ്പൊടി ഇട്ട് വേവിച്ച കോളിഫ്ലവറാണിത്. അപ്പോൾ അതിലോട്ട് നമ്മൾ കോളിഫ്ലവർ ഇടുക. എന്നിട്ട് അത് നന്നായി മാരിനേറ്റ് ചെയ്തിട്ട് നമ്മൾ കുറച്ച് നേരം അതിന് റെസ്റ്റ് എടുക്കാനായിട്ട് വിടണം. അതിന് ശേഷം നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നതാണ് ഫ്രൈഡ് റൈസ്. അപ്പോൾ ഫ്രൈഡ് റൈസ് ഞാൻ ക്യാബേജ്, യെല്ലോ ആൻഡ് ഗ്രീൻ ക്യാപ്സിക്കം, ക്യാരറ്റ് അരിഞ്ഞു വെച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ മുട്ട നമുക്ക് ചിക്കണം. സോ മുട്ട നന്നായി ചിക്കിയതിന് ശേഷം, മുട്ട ആയതിന് ശേഷം നമ്മൾ ഒരു പ്ലേറ്റിലോട്ട് മാറ്റി വെക്കണം. അതിന് ശേഷം നമ്മൾ ഉള്ളിയും ഗാർലിക്കും, ആദ്യം ഗാർലിക് ഇടുക. അതിന് ശേഷം നമ്മൾ ഉള്ളി നന്നായിട്ട് വഴറ്റണം. ആദ്യം ഗാർലിക് ഇട്ടു, അതിന് ശേഷം അത് നന്നായി വഴറ്റിയതിന് ശേഷം നമ്മൾ അതിലോട്ട് ഉള്ളി ഇടണം. ഉള്ളി ഇട്ടതിന് ശേഷം നമ്മൾ ബാക്കിയുള്ള അരിഞ്ഞു വെച്ച എല്ലാം ഓരോന്നോരോന്നായി മെല്ലെ മെല്ലെ നമ്മൾ ആ പ്രോസസ്സിലോട്ടും കിടക്കണം. ഞാൻ ഉള്ളീൻ്റെ കൂടെ തന്നെ ഞാൻ സ്പ്രിങ് ഒനിയൻസ് ഞാൻ ഇട്ടിട്ടുണ്ടായിരുന്നു. സോ അത് കുറേ സ്പ്രിങ് ഒനിയൻസ് ഉള്ളതുകൊണ്ട് ഞാൻ മേലെ വെറുതെ ഇടണ്ടാകും പറഞ്ഞിട്ട് കുറച്ച് ഞാൻ ഇതിലോട്ട് ഇട്ടു. അതിന് ശേഷം ആദ്യം ഞാൻ ക്യാരറ്റാണ് ഇട്ടത്. ക്യാരറ്റ് നന്നായി ഒന്ന് വഴണ്ടതിന് ശേഷമാണ് ഞാൻ പിന്നെ റെഡ് ക്യാപ്സിക്കവും യെല്ലോ ക്യാപ്സിക്കവും ഒക്കെ ഇട്ടത്. അതിന് ശേഷം ഞാൻ ക്യാബേജ് ഇട്ടു. അങ്ങനെ അത് നന്നായി വഴന്നതിന് ശേഷം മുട്ട ഞാൻ ഇട്ടു. മുട്ട ഇട്ടതിന് ശേഷം റൈസ് എടുത്തിട്ട് ആദ്യം ഈ മസാല, ഈ മിക്സ് ഫസ്റ്റ് ലെയർ ഇട്ട് പിന്നെ റൈസ് ഇട്ട് പിന്നെ മിക്സ് ചെയ്ത്, അങ്ങനെയാണ് ഞാൻ ഓരോന്ന് ചെയ്തത്. സോ നമുക്കത് നോക്കാം. അപ്പോൾ ലാസ്റ്റ് നമ്മുടെ ഫ്രൈഡ് റൈസ് അടിപൊളിയായിട്ട് വന്നു. നല്ല സൂപ്പറായിരുന്നു. പക്ഷേ ഇങ്ങനെ തന്നെയാണോ ചെയ്യാമെന്ന് എനിക്കറിയാം. ഞാൻ എൻ്റെ രീതിയിലാണ് ചെയ്തത്. ഇനി നമുക്ക് അടുത്ത പ്രോസസ്സ് കോളിഫ്ലവർ വറുക്കുക എന്നുള്ളതാണ്. സോ കോളിഫ്ലവർ ഞാൻ വറുത്തിട്ട് ആദ്യമായിട്ടാണ് ഇത്ര ടേസ്റ്റിൽ വരുന്നത്. എനിക്കിങ്ങനെ സ്ട്രീറ്റ് സ്റ്റൈൽ കോളിഫ്ലവർ വേണമെന്നാണ് ആഗ്രഹം. അതുപോലെയാണ് ഞാൻ ചെയ്യാൻ ഉദ്ദേശിച്ചത്. നോക്കുമ്പോൾ ഏകദേശം അതുപോലെ തന്നെ ആയി. നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. എല്ലാവർക്കും എൻ്റെ ഫുഡ് നല്ല ഇഷ്ടപ്പെട്ടു. അതിൽ ഞാൻ നല്ല ഹാപ്പിയാണ്. ലാസ്റ്റ് ഇങ്ങനെയൊക്കെ വന്നിട്ടുണ്ട്. സോ ഐ ആം വെരി ഹാപ്പി ഫോർ ദാറ്റ്. അങ്ങനെയൊക്കെയാണ് എനിക്ക് പറയാനുള്ളത്. പിന്നെ ഇനി നമുക്ക് ഇതിന് ശേഷം ടേസ്റ്റിംഗ്
പ്രക്രിയയിലേക്ക് പോവാം. എല്ലാവരും എൻ്റെ അഭിപ്രായം പറയുന്നത് നമുക്ക് കേൾക്കാം. പൊടി എങ്ങനെയുണ്ടോ? പൊടി എങ്ങനെയുണ്ടോ? Good. It's a nice food. നന്നായിട്ട്. It's a good food. ജാമല്ല സോസ്.